5-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കാം. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടത്ത് വസിക്കുകയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അനുദപിക്കേണ്ടത്? ഞാൻ 1, 2, 3, 4, 5, 6, 7 പറയാൻ പോവാണ്. അതിലെ 1-ാമത്തെ കാര്യമാണ്, നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തിന് തിന്മ സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ യുവതി യുവാക്കന്മാരോട് യേശുക്രിസ്തുവിൻ്റെ അനന്യതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഒരു യുവജന ധ്യാനത്തിന്. അപ്പം ഞാൻ യേശുക്രിസ്തുവിൻ്റെ യുണീക്നെസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ബൈബിളിൽ യേശുവിൻ്റെ അനന്യതയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 1, 2, 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഒരു മത നേതാവും പ്രസംഗിക്കുന്നതിനേക്കാളും ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിച്ച ആളായിരുന്നു യേശു. സമ്മതിക്കാവോ? അതായത് ഈ ലോകത്ത് വേറെ ഒരാളും ഇത്രയും ഉയർന്ന ഒരു മൊറാലിറ്റി പ്രസംഗിച്ചിട്ടില്ല. കർത്താവ് പറയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു കോപിക്കരുത്. കോപിക്കുന്നവൻ നരകാഗ്നിക്കരയായി തീരും, ന്യായവിധിക്ക് അർഹനായി തീരും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാസന സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശു പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത്, ഞാൻ നിങ്ങളോട് പറയുന്നു ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകം കാണുന്നത് പോലെ ധാർമ്മികതയെ കണ്ട ആളല്ല. ദുഷ്ടനെ എതിർക്കരുത്, ശത്രുവിന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം, 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ 2 മൈൽ ദൂരം പോകണം, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരോട് അങ്ങനെ പെരുമാറണം, നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്, ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കണം, സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുത്, ചെറിയവരെല്ലാവരെയും നിന്ദിക്കരുത്, ഇങ്ങനെ 70 പ്രാവശ്യം ക്ഷമിക്കണം. ഇങ്ങനെ ഇഷ്ടംപോലെ ധാർമ്മിക സത്യങ്ങൾ യേശു പഠിപ്പിച്ചപ്പോൾ ലോകം അവനെ നോക്കി പറഞ്ഞു, ലോകത്തിന്നുവരെയും ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത ഉന്നതമായ ധാർമ്മിക നിലവാരം പ്രസംഗിച്ച ആളാണ് യേശു. സമ്മതിക്കാവോ? 2-ാമത്തേത്, അങ്ങനെ ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിക്കുക മാത്രമല്ല, ഹി കണ്ടക്റ്റഡ് ഹിസ് ലൈഫ് ആസ് പെർ ദ ടീച്ചിങ് ദാറ്റ് ഹി ടോട്ട് ടു ദ വേൾഡ്. ഹി കണ്ടക്റ്റഡ് ഹിസ് ലൈഫ്. അവൻ അവൻ്റെ ജീവിതത്തെ അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു കൊടുത്തു. അടിച്ചവന് പുറവും താടിമീശ പറിച്ചവന് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ആടിനെ പോലെ മൗനം പാലിച്ചു. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധികാരിയെ നടുക്കി. ആരോപണങ്ങൾക്ക് ഒന്നിനു പോലും മറുപടി പറഞ്ഞില്ല. ശത്രുവിനെ ദ്വേഷിച്ചില്ല. കുരിശിൻ്റെ വെരിമാറിൽ ചോര വാർന്ന് കിടന്നുകൊണ്ട് അവൻ ദൈവത്തെ നോക്കി പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഒറ്റിക്കൊടുത്തവനോടും തള്ളിപ്പറഞ്ഞവനോടും ക്രൂശിക്കാൻ കൈകളിൽ ആണിയടിച്ചവനോടും കാറിത്തുപ്പിയവനോടും കാരിരുമ്പാണി അടിച്ചു കയറ്റിയവനോടും അവൻ ദയാദാക്ഷിണ്യം കാണിച്ചു, കരുണ കാണിച്ചു, അവരെ എതിർത്തില്ല. അപ്പൊ എങ്ങനെ പ്രസംഗിച്ചോ അത് അവൻ അവന്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കി. സമ്മതിക്കാവോ? 3-ാമത്തെ കാര്യം, ഇങ്ങനെ ചിന്തിക്കുക, ലോകത്താരും ചിന്തിക്കാത്ത ഉയർന്ന ഒരു ധാർമ്മിക നിലവാരം പ്രസംഗിക്കുകയും ലോകത്താർക്കും ജീവിക്കാൻ പറ്റാത്ത ആ നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെ പാപികൾക്ക് ഇഷ്ടപ്പെടുമോ? പാപികൾക്ക് ഇഷ്ടപ്പെടും. അതായത് ലോകത്താർക്കും ജീവിക്കാൻ പറ്റാത്തെന്ന് തോന്നുന്ന ഉയർന്ന ഒരു മൊറാലിറ്റി ഒരാൾ പ്രസംഗിക്കുന്നു, അതിനനുസരിച്ച് കളങ്കമില്ലാതെ ഒരാൾ ജീവിക്കുന്നു. അയാളുടെ കൂടെ സാധാരണഗതിയിൽ കൂട്ടുകാരൊന്നും ഉണ്ടാവില്ല. പാപികൾ അവനെ വിട്ട് ഓടി മാറുകയാണ് സാധാരണ ചെയ്യേണ്ടത്. 3-ാമത്തെ കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയ 3-ാമത്തെ കാര്യം, പക്ഷേ യേശു ഏത് നഗരത്തിനും ഏത് ഗ്രാമത്തിലും ചെന്നോ അവന് ചുറ്റും ഓടിക്കൂടിയത് ചക്കരക്കുടത്തിൽ ഏച്ച പറ്റുന്നത് പോലെ അവന് ചുറ്റും ഓടി അടുത്തത് മുഴുവൻ ആരായിരുന്നു? പാപികൾ. ആ നാട്ടിലെ നൊട്ടോറിയസ് ആയ ക്രിമിനലുകളും കുറ്റവാളികളും പാപികളും. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. സാധാരണഗതിയിൽ ഉയർന്ന ജീവിത നിലവാരം പരമപരിശുദ്ധി പ്രസംഗിക്കുകയും പരമപരിശുദ്ധിയിൽ തൻ്റെ ജീവിതത്തെ നിർണയിക്കുകയും ചെയ്യുന്ന ഒരാളുടെ പിന്നാലെ പാപികളെ യാത്ര ചെയ്യില്ല. പക്ഷേ യേശു തമ്പുരാൻ ലോകത്ത് എവിടെയെല്ലാം പോയോ, ഗ്രാമങ്ങളിൽ ഏതെല്ലാം നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ പോയോ അവിടെയെല്ലാം യേശുവിൻ്റെ പിന്നാലെ മനുഷ്യര് ഓടി, പാപികൾ. അതുകൊണ്ടാണ് അവർ പരിസേരും നിയമജ്ഞരൊക്കെ പറയുന്നത്, ഇവൻ പാപികളുടെ ഭക്ഷണത്തിനിരിക്കുന്നു, പാപികളിലൂടെ സംസാരിക്കുന്നു, പാപികളൊന്നും ഇവൻ്റെ കാല് കഴുകുന്നു. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പല ആളുകളും ചിന്തിക്കും, കർത്താവ് യേശു ക്രിസ്തു പാപികൾ അടുത്ത് വന്നപ്പോൾ തൻ്റെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തോ? പാപിനിയായ സ്ത്രീയോട് പാപം ക്ഷമിച്ചിട്ട് പറഞ്ഞത് സാരമില്ല, കുഴപ്പമില്ല, ഒക്കുന്ന പോലൊക്കെ ജീവിക്കുക എന്നല്ല. കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം, തളർവാദ രോഗിയോട് അങ്ങനെ പറഞ്ഞു, പാപിനിയോട് അങ്ങനെ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത് എന്നാണ്. മേലിൽ പാപം ചെയ്യരുത്. ഒരു പാപിക്കും വേണ്ടി യേശു തൻ്റെ പ്രബോധനത്തിൽ വെള്ളം കലർത്തുകയോ ഡൈലൂട്ട് ചെയ്യുകയോ വാട്ടർ ഡൗൺ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പാപിയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി യേശു തൻ്റെ പ്രബോധനം താഴെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ യൂദയായിലും ഗലീലയിലെയും ജെറുസലേമിലെയും ഗ്രാമനഗര വീഥികളിൽ യേശുവിന് ചുറ്റും ആയിരങ്ങൾ ഓടിക്കൂടാൻ ഇടയായത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് യേശുവിൻ്റെ അനന്യത. അതിനൊരു ഉത്തരമേ ഉള്ളൂ, അതാണ് യേശുവിൻ്റെ യുണീക്ക്നെസ്. എന്തെന്നറിയാമോ? പരമപരിശുദ്ധനായ പരമപരിശുദ്ധിയിൽ തൻ്റെ ജീവിതത്തെ
നയിക്കാൻ ഇഷ്ടപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഓരോ ഗ്രാമത്തിലും ചെല്ലുമ്പോൾ അവനെ കാണുമ്പോൾ, ആ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട അധമ ജീവിതം നയിക്കുന്ന ഒരു പാപി അവനെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുമായിരുന്നു, അവൻ ഇങ്ങനെ കാണുമായിരുന്നു, ഇങ്ങനെ തിരിച്ചറിയുമായിരുന്നു, ഇവൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത, എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിർണയിക്കാൻ പറ്റാത്ത വലിയ പരിശുദ്ധിയുള്ളവനാണ് ഇവൻ. അവൻ്റെ പ്രബോധനം ഞാൻ അതുപോലെ പരിശുദ്ധനാവണമെന്നാണ്. എനിക്ക് 7 അയലത്ത് പോലും അവൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല, അവൻ്റെ പരിസരത്ത് പോലും എത്താൻ പറ്റുന്ന വിശുദ്ധി എൻ്റെ ഉള്ളിലില്ല എന്ന് ഓരോ മനുഷ്യനും തിരിച്ചറിയും. പക്ഷെ അവർ യേശുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതിൻ്റെ കാരണം യേശു അടുത്ത് വന്ന് നിൽക്കുമ്പോൾ യേശു തൻ്റെ പ്രബോധനത്തിൽ വെള്ളം ചേർത്തില്ലെങ്കിലും പാപികൾക്ക് എങ്ങനെയോ മനസ്സിലാകുമായിരുന്നു, ഇവൻ്റെ കൂടെ കൂടിയാൽ, ഇവൻ്റെ കൂടെ കമ്പനിയായാൽ, ഇവൻ്റെ സൗഹൃദ വലയത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ, ഇവനെ ആത്മമിത്രമായി കൂടെ കൂട്ടിയാൽ, അവൻ്റെ അടരുകളിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചാൽ ഒരിക്കൽ ഞാനും ഇവനെ പോലെയാകും, അവൻ എന്നെ അവനെ പോലെയാക്കും എന്ന് പാപിക്ക് തിരിച്ചറിവുണ്ടായി എന്നതാണ് യേശുവിൻ്റെ കഴിഞ്ഞ 2000 വർഷത്തെ അനന്യത. യേശുവിനെ കണ്ടപ്പോൾ ആളുകൾക്ക്, കൊടും പാപികൾക്ക് മനസ്സിലായി, അവൻ ഇത് അംഗീകരിക്കുന്നില്ല. He doesn't approve my hardcore sinful life. He never approve. But when I am in his company, I understand that I can change. I can convert. എനിക്ക് മാറ്റം വരും. അവൻ്റെ സാന്നിധ്യം എന്നിൽ മാറ്റം വരുത്തും. ഞാൻ പറയാൻ വന്നത് എന്തെന്നറിയാമോ? ദൈവം ഒരിക്കലും അവൻ്റെ പരിശുദ്ധിയുടെ നിലവാരത്തിൽ വെള്ളം ചേർക്കുന്നില്ല.